അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണപ്പ എന്ന് പറഞ്ഞ പാൻ ഇന്ത്യൻ സിനിമയുടെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ പാനിനെ എന്ന വീട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു തമാശ പോലെ, കാര്യം നമ്മൾ കണ്ട് ഈ അടുത്തിറങ്ങി ഇറങ്ങിയ പാനിൻ്റെ പടങ്ങളെല്ലാം പക്ഷേ പാനിൻ്റെ പടങ്ങളായി. ഇത് പാനിൻ്റെ പറയാം, കാരണം മലയാളത്തിൽ നിന്നുണ്ട്, തെലുങ്കിൽ നിന്നുണ്ട്, ഹിന്ദി നിന്നുണ്ട്, തമിഴിൽ നിന്നുണ്ട്, നടന്മാരുണ്ട്. പടത്തിന്റെ ചൊവ്വ ഒരു സ്ഥലത്തു നിന്നുള്ളതായിരിക്കും. സോ അതിൽ നമ്മുടെ ലാലേട്ടനുണ്ട്. അതിൽ ലാലേട്ടൻ്റെ ലുക്കൊക്കെ വന്നപ്പോൾ ആൾക്കാർ കുറച്ച് ട്രോളൊക്കെ ഉണ്ടായി. ഏത് വേർഷനാണ്? പ്രഭാസ് ഉണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്, പിന്നെ നമ്മുടെ കാജൽ അഗർവാൾ ഉണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട്, ശരത്കുമാർ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ മോഹൻ ബാബുവിന്റെ മകനാണ് ലക്ഷ്മി മഞ്ജു അല്ലേ, വിഷ്ണു മഞ്ജു ആണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. വിഷ്ണു മഞ്ജുവും മറ്റേ മൂത്തവനെ മനോജ് മഞ്ജുവും. പിന്നെ മകളുടെ പേരാന്ന് തോന്നുന്നു ലക്ഷ്മി മഞ്ജു. ഓക്കെ, അപ്പോൾ ഇതുവരെ ബാബ കല്യാണി പോലെ അമ്മയുടെ പേര് അങ്ങനെയാണ്, എനിക്കറിയാൻ പാടില്ല കേട്ടോ, അങ്ങനെയാ തോന്നുന്നു അവരുടെ പരിപാടി. ലാലേട്ടന്റെ മോൺസ്റ്ററിൽ അഭിനയിച്ചില്ലേ ലക്ഷ്മി മഞ്ജു? മോൺസ്റ്ററിൽ അഭിനയിച്ച പുള്ളിക്കാരാണ് ലക്ഷ്മി മഞ്ജു. അപ്പോൾ അവരുടെ സഹോദരനാണ് ഇപ്പോൾ ഈ പടത്തിലെ നായകൻ, മെയിൻ നായകൻ. ഇത് കൂടാതെ ഒരുപാട് നായകന്മാരുണ്ട്. പ്രഭാസ് വരുന്നുണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്. അതെ, ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് കഴിയുമ്പോൾ മനസ്സിലായി ഇത് പോയി, ഇനി ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഡയറക്ടർ വിഷ്ണു മഞ്ജുവിനെ സൈഡ് വെച്ചിട്ട് നീയാണ് നായകൻ. പ്രഭാസിന് 40 മിനിറ്റ്, ലാലേട്ടന് ഒരു 15 മിനിറ്റ് ക്യാമിയോ, അങ്ങനെ എല്ലാം കൂടെ കഴിയുമ്പോൾ പടം തീരുമല്ലോ. സോ നമുക്ക് അതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. നാച്ചുറൽ ലുക്ക് അല്ലേ, കങ്കുവ മറ്റേ കളർഫുൾ കങ്കു വേണം, അതായത് നാച്ചുറൽ കളേഴ്സ് ആണല്ലോ. മറ്റേ കളർ റേഡി ഇത് മറ്റേ ഐശ്വര്യ ആരും പേടിക്കണ്ട പടം. മധുബാല, മോഹൻ ബാബു, ഇവരാണ് നായകൻ. അത് കുറച്ച് ഇതിലുണ്ട്. കങ്കുവയിൽ അതുപോലെ തന്നെ സാധനമില്ലായിരുന്നു. ഭക്തി സീരിയൽ പ്രീതി മുകുന്ദൻ, ലാലേട്ടൻ. ഓ, ഇത് ശിവനും പാർവതി, റബൽ സ്റ്റാർ വന്നു. കണ്ണു മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരു 10 ദിവസം ഗ്രീൻ സ്ക്രീൻ വാടകയ്ക്ക് എടുത്തു. പ്രധാന നടന്മാരല്ല അതിനകത്ത്. അല്ല, പ്രഭാസ് പറഞ്ഞു എനിക്കിവിടെ ഡേറ്റ് ഇല്ല, ഞാൻ കണ്ണു തരാം. പ്രഭാസ് ക്ലോസപ്പ് ഫോട്ടോ എടുത്ത് കൊടുത്ത് ഷൂട്ടൊന്നും വരാൻ പറ്റില്ല, ഇത് വെച്ച് നിങ്ങൾ എന്താണെന്ന് ചെയ്യും. ഏട്ടന് പിന്നെ ലാലേട്ടനെ നല്ല സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ ലാലേട്ടൻ പറയും സോറി മോനെ ഡേറ്റ് ഇല്ലെന്ന് പറയും. ഇമ്മാതിരി പടങ്ങളിലൊക്കെ വിളിച്ചാൽ കണ്ണുടച്ച് പോയി കളയും അല്ലേ. പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സിനിമയെ പറ്റി അങ്ങനെ എന്നാലും നമുക്കറിയാം. ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് എവിടെ പോയി ലാൻഡ് ആവും എന്നുള്ളൊരു. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ആക്ച്വലി ഒരുപാട് സിനിമകൾ കാണുന്നവരും സിനിമയെ പറ്റി കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ അതായത് ഇപ്പോൾ ഒരു കോമൺ ഓഡിയൻസിന് അപ്പുറത്തേക്ക് നമ്മൾ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സിനിമയെ കുറച്ചുകൂടെ ഇതായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് ചില ആസ്പെക്ട്സ് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതെങ്ങനെ പോയി ലാൻഡ് ആവുന്നു. ചിലപ്പോൾ നമ്മളെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആവാം കേട്ടോ. ഇതിപ്പം ഈ ജഡ്ജ്മെന്റ് എല്ലാം ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് കാണുന്നത് അത്ര കൺവിൻസിങ് അല്ലാത്തതായിരിക്കും പ്രൊഡക്ഷൻ ഡിസൈൻ, മേക്കപ്പ്. അപ്പോൾ ചിലപ്പം ഗംഭീര കഥയായിരിക്കാം. കഥയോ? അതെന്നത് അതെന്ത് സാധനം? കണ്ണപ്പൻ്റെ കഥ കേട്ടിട്ടില്ലേ? ബജറ്റ് ഫോർ ദ പ്ലോട്ട്, പ്രീതി മുകുന്ദൻ ഇസ് ദ പ്ലോട്ട്. പക്ഷേ അവർ തമിഴിൽ പ്രീതി മുകുന്ദനെ കാണിച്ചില്ല. അത് വളരെ മോശമായി പോയി. ഇവരുടെയൊക്കെ ഇടയിൽ ആ പ്രീതി മുകുന്ദന്റെ ഫോട്ടോ ഒരെണ്ണം തമിഴിൽ വെച്ചിരുന്നെങ്കിൽ ഇതിന്റെ വ്യൂസ്, അതെ ഇപ്പം ഫേമസ് ആണല്ലോ, ഇത് ഇറങ്ങിയത് ഇപ്പോഴല്ലേ. ഞങ്ങൾ ഫാൻസ് അസ്വസ്ഥരാണ്. പ്രീതി മുകുന്ദൻ ഒരു ഫോട്ടോ തമിഴിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പം കണ്ട 6.8 lakhs വ്യൂസേ ഉള്ളൂ. ഇതൊരു ഒറ്റ അടിക്ക് 1 million അടിക്കായിരുന്നു. ചിലപ്പോൾ പടം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. അവിടെ നമുക്ക് അറിയാലോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ലാലേട്ടൻ്റെ ഈ റോൾ എന്തോന്ന് അറിയത്തില്ല. എന്തായിരുന്നു ഒരു പേര് പറയുന്നുണ്ടല്ലോ പുള്ളിയുടെ ക്യാരക്ടറിന്, എന്തോ ഒരു മറ്റേ പുരാണ കഥയിലുള്ള എന്തോ ഒരു ക്യാരക്ടറിൻ്റെ ഇതായിരുന്നു, ഹിഡംബയാണോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ സിനിമ വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ വലിച്ചു കീറുന്നതല്ല, അത് ആക്ച്വലി ഇത് കാണുന്ന എല്ലാവർക്കും ഒരു ഇത് കണ്ടിട്ട് ഈ സിനിമ നന്നാവും, ഇത് അടിപൊളിയാവൂടാ,
എന്ന് 100% ഷുവറായിട്ട് പറയാൻ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും ഒരു വരട്ടെ നമുക്ക് കണ്ടു നോക്കാം എന്നുള്ള ഐഡിയ തന്നെ ആയിരിക്കും. അത് തന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ, വരട്ടെ. ചിലപ്പോൾ നല്ല സിനിമയാവാം, നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്താൽ നമുക്കതാണ് വേണ്ടത്. നമ്മുടെ ഈ നമ്മൾ ചിന്തിക്കുന്നത് മോശം പടമാണ് ചിന്തിക്കുന്ന ഈ പടം നമ്മൾ ഇത് മോശം പടമല്ല, ഇത് അടിപൊളി പടമാണോ എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ തോന്നണം. അങ്ങനെ തോന്നിയാൽ പിന്നെ പടം ഷോട്ടില്ലേ? അങ്ങനെ തോന്നാനുള്ള ചാൻസസ് ഇപ്പോൾ ഞങ്ങൾ കണ്ട കുറേ പടങ്ങൾ വെച്ച് നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ ഇല്ല. അതാണ് നമ്മുടെ ഒരു നിഗമനം. 3D ആണെങ്കിൽ പിന്നെ കുറച്ച് രസമല്ലേ, കണ്ണടയൊക്കെ വെച്ചിരിക്കാം കുറച്ച് നേരം. അപ്പോൾ ഒരു സുഖമല്ലേ. പിന്നെ അക്കിഭയെ കൊണ്ടല്ലോ, അതാണ് അത് മറ്റേ സീരിയൽ സെറ്റപ്പ് പോലെ, അതായത് അത് കറക്റ്റ് സീരിയൽ വൈബായി. ശരിക്കും ഇങ്ങനെ എന്നാ പരമശിവനെയും പാർവതിയെ കാണിക്കുന്ന ആ ഒരു സെറ്റപ്പേ ഇവർ അത് എടുത്തിരിക്കുന്നത് ഈ കണ്ട സീരിയലിനകത്തൊന്നും ഇതിലും ബെറ്റർ ആയിരുന്നു. ഒരു സീരിയലുണ്ടായിരുന്നല്ലോ, ആ പേര് എനിക്ക് ഓർമ്മ, എനിക്ക് മനസ്സിലായി. ആ സീരിയലിന്റെ സെറ്റാന്ന് അറിയാമെങ്കിലും കുറച്ചുകൂടെ കളർഫുള്ളും ഡീറ്റെയിൽഡും ആയിരുന്നു. ഇതെനിക്ക് തോന്നുന്നു അവരിയ്ക്കുന്ന പ്ലാറ്റ്ഫോം ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം നമ്മളിപ്പോൾ ഇവരെ ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ ഇവരെ ഇങ്ങനെ കാണുന്നില്ലേ, ഇവരിപ്പം ഇപ്പോൾ പാർവതി ഇങ്ങനെ ഒരു സാരിയെ കൊടുത്ത് ആ ഒരു അപ്പിയറൻസ് ഇല്ലേ, ഇത് ഇവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തെടുത്തിരിക്കുന്നത് നമ്മൾ കാണുന്ന ഇമേജിൽ, അത് വരച്ച പടങ്ങളിലും പിന്നെ നമുക്ക് കാണുന്ന ഇവർക്ക് റെഫറൻസ് എന്ന് പറയുന്നത് സീരിയലുമാണ്. അതല്ലാതെ കുറച്ചധികം ക്ലീൻ ആലും. അതെ എനിക്കൊന്ന് ശിവൻ എന്ന ക്യാരക്ടറിനെ വേറൊരു രീതിയിൽ ഇത് കൃഷ്ണനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ റെഫറൻസ് ആണ്. ഇത് ശിവനെ വേറൊരു രീതിയിലാണ് പൊതുവെ എഴുതി വായിക്കുന്നത് വെച്ചിട്ട് നമുക്ക്. പക്ഷേ ഈ ഒരു എന്നാ ഇതിൽ ലുക്കിലാണ് നമ്മൾ ഈ കണ്ട സീരിയലിലും എല്ലാത്തിലും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എപ്പോഴും. അതിലും ക്ലീൻ ആയിട്ട് തോന്നുന്നു, ഇതിനകത്ത് കുറച്ചധികം ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യും. അത് അക്കീബായി അഭിനയിക്കുന്നുണ്ട്, എന്ത് റോൾ ചെയ്താലും പുള്ളി ക്ലീൻ അല്ലേ. അപ്പോൾ ഏതായാലും കണ്ണപ്പഴ ട്രെയിലർ വരട്ടെ, നമുക്ക് കണ്ണപ്പഴ ട്രെയിലർ കണ്ടു നോക്കാം. അത് കഴിഞ്ഞ് പടം വരട്ടെ. അതെ, അത് കഴിഞ്ഞ് പടം വരട്ടെ. പടമൊക്കെ നമ്മളിപ്പോൾ എന്ത് വലിയ സാധനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു നോക്കും, ഒരു ബുദ്ധിമുട്ടില്ല. ഇതിന് ഡെഫിനറ്റ്ലി മലയാളത്തിൽ വരും, ലാലേട്ടനുള്ളതുകൊണ്ട്. മലയാളം ഡബ്ബുണ്ട്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി മലയാളത്തിൽ തന്നെ കാണും. പാൻ ഇന്ത്യൻ പടമല്ലേ ഈ പടം, എങ്ങനെയും ഹിറ്റ് അടിക്കണം അവർക്ക്. അതായത് നല്ല പോലെ പൈസ മുടക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇത്ര ആൾക്കാരെ കൊണ്ടുവന്ന് പടം ഇങ്ങനെ റെക്കഗ്നൈസബിൾ പേരല്ലാത്തതുകൊണ്ട്. അതെ, അതായത് ആക്ച്വലി ഈ വിഷ്ണു മഞ്ജുവിന് തമിഴ് തെലുങ്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ അതിന് മാത്രമല്ല, ഈ കണ്ണപ്പ എന്ന പേര് വേറെ എവിടെയും അങ്ങനെ ഒരു കഥ കേട്ട് ഈ ചാവയ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ അറിയത്തില്ല, അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ കണ്ണപ്പ അവർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ല. ഈ തെലുങ്ക് നാട്ടിൽ കേട്ട് പരിചയിച്ചൊരു കഥയാണോ അത് തന്നെ. ഈ പേരിടുന്നതിലൊക്കെ ഒരുപാട് കാര്യമുണ്ടല്ലോ. പാൻ ഇന്ത്യൻ പടമാകുമ്പോഴത്തേക്കും KP ഷോർട്ട് ഫോം ഒക്കെ വെച്ച് കൊടുക്കണം അല്ലേ. തിയേറ്ററിൽ ചെന്ന് 2 കണ്ണപ്പ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും വരട്ടെ. നമ്മളായിട്ട് ഇനി കൊന്നു കൊല വിളിച്ചെന്ന് പറയരുത്. അതെ, ഓൾറെഡി സോഷ്യൽ മീഡിയയിലിട്ട് അടിച്ചേറി വിട്ടിട്ടുണ്ട്. പാക്കലാം. അതെ.